ഓരോ ചേച്ചി ഓരോ എന്താ വീട്ടിൽ ആരുമില്ലേ? വൈഫും പിള്ളേരും അവളുടെ അമ്മയുടെ വീട്ടിൽ പോയിരിക്കാം. ഇന്ന് സൺഡേ അല്ലേ, അതുകൊണ്ടാ. ചേച്ചിക്ക് ശരി ശരി. കുടിക്കാൻ എന്താ വേണ്ട? കുടിക്കാനൊന്നും വേണ്ട, ചായ കുടിച്ചിട്ട് വന്നേളൂ ഞാൻ ഇപ്പോൾ. ചേച്ചി സുഖമല്ലേ? സുഖം തന്നെ. എന്താ 2-3 ദിവസം ആളെ കാണാതെ? ഇത് മിനിഞ്ഞാന്നല്ലേ ഗൃഹപ്രവേശനം വന്ന് പോയാ ഞാനാ. ഞാൻ ടെൻഷനിൽ മറന്നതാ. നിന്റെ ഒരു ടെൻഷനും. പിന്നെ വിശേഷമൊന്നുമില്ല, നിനക്കല്ലേ വിശേഷം. നീ ആഗ്രഹിച്ച മാതിരി നല്ല സ്ഥലം വാങ്ങിച്ചു, വീട് കെട്ടി, ഗൃഹപ്രവേശം ചെയ്തു. ഗൃഹപ്രവേശമെല്ലാം ഭംഗിയായിട്ട് നടന്നു. എല്ലാവരും അതാ പറയുന്നത്, ഭംഗിയായിട്ട് നടന്നു. വീട് നല്ല വാസ്തുപ്രകാരം താൻ കെട്ടിയിട്ടുണ്ട്. കിഴക്ക് വാസല്, കുബേരമൂല, കിണർ എല്ലാം നല്ല വാസ്തു നോക്കിയിട്ടാണ് കെട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള വീട്, എനിക്കൊരു ഇഷ്ടപ്പെട്ടു, എല്ലാവരും ഇഷ്ടപ്പെട്ടു. നീ എന്താ ഒരു മുഖം തൂക്കിക്കൊണ്ട് ഇരിക്കണേ? എന്താ നിന്റെ മുഖത്തൊരു വൈക്ലഭ്യം, ഒരു സന്തോഷം ഇല്ലാതെ ഇരിക്കണേ? ഒന്നുമില്ലേ? നീ ഒന്നുമില്ല എന്ന് പറയുമ്പോഴേ അതിലെന്തോ ഉണ്ടെന്ന് അർത്ഥം. ഒന്നുമില്ലാതെടാ ഭാര്യയുടെ കൂടെ ശണ്ട നടക്കുന്ന ഡെയിലി വീട്ടിലെ, പുതിയ വീട്ടിലെ. ആര് പറഞ്ഞു? ഞാനെന്താ 10 കിലോമീറ്റർ ദൂരെയാണ്, അടുത്ത വീട്ടിലല്ലേ ഇവിടെ താമസിക്കുന്നത്? ഞാൻ ഈ മൂച്ച് ശ്വാസം വിട്ട് എൻ്റെ കാതിൽ വീഴും. നീ ശണ്ട ഇടുന്നതെല്ലാം എനിക്ക് കേൾക്കുന്നുണ്ട് ഡെയിലി. നീ എന്തോ മറക്കണ്ടേ? എന്നാ പറയടാ. അല്ല, അത് വേറെ ഒന്നല്ലേ ചേച്ചി, വീട് ഉണ്ടല്ലോ, വീടിൻ്റെ രജിസ്ട്രേഷൻ ചെയ്യാൻ ആവശ്യമുള്ള കുറച്ച് ഒരു ചെറിയ പ്രോബ്ലം. എന്താ പ്രോബ്ലം? ആ വീടിന് അപ്രൂവൽ ഇല്ലേ? ഗവൺമെൻറ് അപ്രൂവൽ വാങ്ങിയിട്ടല്ലേ കെട്ടിയത്? അല്ല, അതൊക്കെ അപ്രൂവ്ഡ് ഒക്കെ ഉണ്ട്, പിന്നെന്താ പ്രോബ്ലം? നിന്റെ ഭാര്യയുടെ പേരിലല്ലേ രജിസ്ട്രേഷൻ ചെയ്തത് വീട്? അവിടെയാണ് ഒരു ചെറിയ പ്രോബ്ലം. അതെന്താ പ്രോബ്ലം? എൻ്റെ ഭാര്യ പേരിലാണ് ഈ വീട് രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നതാണ്. പക്ഷേ അവളുടെ അനിത ഉണ്ടല്ലോ, അവളുടെ അനിത അവളെ കൂട്ടുകൊണ്ടുപോയി അവളുടെ പേരിലാണ് ഈ വീട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കുന്നത്. ഞാൻ എന്ത്? അപ്പൊ ഈ വീട് നിന്റെ ഭാര്യയുടെയും കുട്ടികളുടെയും പേരിലല്ലേ? ഭാര്യയുടെ അനിയത്തിയുടെ പേരിലാ? അവള് ഒരു വീട് വേണമെന്ന് ചോദിച്ചു. സാർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എഴുതി കൊടുത്തു. എടാ ദ്രോഹി, പിന്നെ ചേച്ചി ഭയങ്കര ദേഷ്യത്തിലായിരിക്കുന്നു. ഞാൻ കാപ്പി കൊണ്ടുവരാം, അപ്പം ശരിയാവും എല്ലാം. നീ നിന്റെ ഒരു കാപ്പി പോടാ. പാവ അവൻ്റെ ഭാര്യയുടെയും കുട്ടികളുടെയും ഗതി എന്താവും ഗുരുവായൂരപ്പ?